പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നാളെ മോക്ക് ഡ്രിൽ നടത്തും. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1971 ശേഷം യുദ്ധ മോക്ക് ഡ്രിൽ നടത്താൻ തീരുമാനിക്കുന്നത് ഇന്ത്യ ഇതാദ്യമായാണ്. ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വയം രക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകണം. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികൾ തയ്യാറാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നു. പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടെയാണ് ഇന്ത്യ വീണ്ടും ഒരു മോക്ക് ഡ്രില്ലിന് തയ്യാറെടുക്കുന്നത്. ഭീഷണികൾക്ക് സാധ്യതയുള്ളവ ഉൾപ്പെടെ 259 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ മോക്ക് ഡ്രില്ലിംഗ് നടത്താനാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. 1971 മോക്ക് ഡ്രില്ലുകൾ കണ്ടവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കലായിരിക്കും. 71 മോക്ക് ഡ്രില്ലുകൾ ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമായിരുന്നു. വൈകുന്നേരം 7 മണിക്ക് സൈറൻ മുഴങ്ങി. അതിനർത്ഥം വീട്ടിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യണം എന്നായിരുന്നു. അന്ന് ഞങ്ങൾ താമസിച്ചത് ഝാർഖണ്ഡിലെ ദുംകയിലായിരുന്നു. റേഡിയോയിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു. 71 മോക്ക് ഡ്രിൽ സമയത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മധുരേന്ദ്ര പരാസാദ് സിൻഹ പറഞ്ഞു. യുദ്ധം തുടങ്ങുന്നതിന് 2-4 ദിവസം മുൻപാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഡിസംബർ 16 പാകിസ്ഥാൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ AK നിയാസി ധാക്കയിൽ വച്ച കീഴടങ്ങൽ കരാറിൽ ഒപ്പുവച്ചു. ഇത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് കാരണമായി. പിന്നാലെ യുദ്ധം അവസാനിക്കുകയും ചെയ്തു എന്ന് സിൻഹ പറയുന്നു. സൈറൻ മുഴങ്ങുമ്പോഴെല്ലാം ലൈറ്റുകൾ അണച്ച ഏതെങ്കിലും മേശയ്ക്കടിയിൽ ഒളിക്കാൻ സൈന്യം നിർദ്ദേശിച്ചിരുന്നതായും സിൻഹ ഓർക്കുന്നു. ഗ്ലാസുകളിൽ കറുത്ത പെയിന്റ് അടിക്കുകയും വീട്ടിലെ ഗ്ലാസുകൾ പേപ്പർ കൊണ്ട് മറയ്ക്കുകയും ചെയ്തിരുന്നു. സൈറൻ കേട്ടാൽ ലൈറ്റ് അണച്ച തറയിൽ ചെവിയടച്ച് കിടക്കണമെന്നായിരുന്നു വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ RK ശർമ്മ പറയുന്നത്. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് താജ്മഹൽ ആദ്യമായി മറയ്ക്കപ്പെടുന്നത്. ഈ സ്മാരകത്തിൽ ബോംബാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയ ബ്രിട്ടീഷുകാരാണ് അത് ചെയ്തത്. അവർ താജ്മഹലിന് മുള ഉപയോഗിച്ച് ചട്ടക്കൂട് പണിഞ്ഞിരുന്നു. 1965 75 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ താജ്മഹൽ കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നുവെന്നാണ് വിവരം. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകളുടെ തുടക്കത്തോടെയാണ് മോക്ക് ഡ്രില്ലിൽ ആരംഭിക്കുന്നത്. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കൽ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകൽ, അടിയന്തര ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ, സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും മറയ്ക്കുന്നതിനുള്ള സംവിധാനമൊരുക്കൽ, ഒഴിപ്പിക്കൽ പദ്ധതിയിടുക, കൺട്രോൾ റൂമുകളുടെയും ഷാഡോ കൺട്രോൾ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോക്ക് ഡ്രിൽ കാര്യങ്ങളായി ഇന്ത്യ നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. എന്തായാലും ഇന്ത്യ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ സൈന്യം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ചും കേട്ടും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ മോക്ക് ഡ്രിൽ നടത്തുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ കൃത്യമായി നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. അതായത് കൃത്യമായി പറഞ്ഞാൽ സൈന്യവും സർക്കാരും ഒക്കെ പറയുന്നത്. എന്തായാലും ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ അനൗപചാരിക യോഗത്തിൽ പാകിസ്ഥാനെതിരെ അംഗരാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അവരോട് അംഗരാജ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കുന്നത് ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന പാക് വാദം അംഗീകരിക്കാൻ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ തയ്യാറായില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് പാകിസ്ഥാനുമായി ഗാഢബന്ധമുള്ള ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് പഹൽഗാം ആക്രമണവുമായി ബന്ധമുണ്ടോ എന്നും ചോദ്യമുയരുന്നുണ്ട്. സാഹചര്യത്തെ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാനുള്ള പാകിസ്ഥാൻ നീക്കത്തിനും യോഗത്തിൽ തിരിച്ചടി നേരിട്ടു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി നീക്കത്തിലൂടെ വിഷയം പരിഹരിക്കാനായിരുന്നു ഇസ്ലാമാബാദിനോട് മറ്റ് അംഗരാജ്യങ്ങൾ നിർദ്ദേശിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ സുരക്ഷാ കൗൺസിലും അപലപിച്ചിട്ടുണ്ട്.
ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ തിരിച്ചറിയേണ്ട എന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. വിനോദസഞ്ചാരികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യം വയ്ക്കപ്പെട്ടത് ചില അംഗരാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങളും മറ്റും സാഹചര്യം വഷളാക്കാൻ കാരണമായെന്ന ആശങ്കയും പല രാജ്യങ്ങളും പങ്കുവച്ചു. ഫത്ത സീരീസിൽപ്പെട്ടതും 120 കിലോമീറ്റർ ദൂരപരിധിയുള്ളതുമായ സർഫസ് 2 സർഫസ് മിസൈൽ പാകിസ്ഥാൻ തിങ്കളാഴ്ച പരീക്ഷിച്ചിരുന്നു. അനൗപചാരികമായി നടന്ന സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന് ശേഷം UN പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടില്ല. പാകിസ്ഥാൻ അഭ്യർത്ഥന മാനിച്ചായിരുന്നു പ്രസ്താവനകളൊന്നും UN പുറത്തിറക്കാത്തത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. ഇന്ത്യ ഏത് തരത്തിൽ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഭയം പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ബലൂച് ലിബറേഷൻ ആർമി ഉൾപ്പെടെ പാകിസ്ഥാനോട് എടുക്കുന്ന നിലപാട്, പാകിസ്ഥാൻ്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട്, അതായത് വെറുതെ ഇരുന്ന ഇന്ത്യയിൽ പോയി ചൊറിഞ്ഞ് എന്തിനാണ് ഇങ്ങനെ പണി വാങ്ങിച്ചു വെച്ചത് എന്നാണ് അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനോട് ചോദിക്കുന്നത്. മാത്രമല്ല, ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു സംഘടന കൂടിയായ TSR ആണിപ്പോൾ ഇത്തരത്തിലൊരു പ്രവർത്തനം പഹൽഗ്രാമിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചോദ്യശരങ്ങൾ പാകിസ്ഥാൻ ഏൽക്കുകയാണ്. മോക്ക് ഡ്രിൽ ഇന്ത്യ നടത്തുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ മനസ്സിലാക്കി കാണും, ഒരു യുദ്ധത്തിന് എല്ലാ തരത്തിലുമുള്ള സജ്ജമരായി ഇന്ത്യ കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ സേന കഴിഞ്ഞിരിക്കുന്നു. അതിർത്തികളിലെല്ലാം സൈന്യം കൃത്യമായി നിരീക്ഷണം നടത്തുന്നു. മിസൈലുകളൊക്കെ പരീക്ഷിക്കുവാനും അല്ലെങ്കിൽ മിസൈലുകളൊക്കെ അയക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു കാണും. കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാർ പുറത്തുവിടാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്കും പുറത്തുവിടാൻ കഴിയില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ എന്തായാലും ഇന്ത്യയിൽ ഒരു മാധ്യമങ്ങളും തയ്യാറാകില്ല എന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാണ് വലുത്. അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാമെങ്കിലും രാജ്യത്തിനൊരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാവരും പറയുന്നത് തിരിച്ചടി ശക്തമായിരിക്കണം. ഇനി ഒരിക്കലും ഈ വെറുതെ കിടന്ന് പുലമ്പുന്ന പാകിസ്ഥാന് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പുണ്ടാകരുത്. ആ തരത്തിലേക്കുള്ള ഒരടിയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആ അടിയിൽ പാകിസ്ഥാൻ ചതഞ്ഞരയണം. പിന്നീട് ആ ഓരോ ചതവിലും പാകിസ്ഥാൻ മനസ്സിലാക്കണം ഇന്ത്യയോട് കളിച്ചാൽ എങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളത്. വെറുതെ വായ്ത്താളം അടിച്ച് ലോകശ്രദ്ധ പിടിച്ചു പറ്റാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇന്ത്യ സമാധാനത്തോടെ മിണ്ടാതിരിക്കുകയാണ്. പറയുന്നതൊക്കെ അവിടെ കിടന്ന് പറഞ്ഞോ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല. ഈ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെ ഇന്ത്യ മൗനം പാലിക്കുകയാണ്. കാരണം അടിക്കുമ്പോൾ അത് മർമ്മത്ത് തന്നെ അടിക്കണം എന്ന് ഇന്ത്യക്ക് നിർബന്ധമുണ്ട്. ആ മർമ്മം എന്തായാലും ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു. അടിയും തുടങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. ഇനി അടിയിലേക്ക്.